ഹായ്. PSC UPSC എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ, സിവിക്സ് പോലെയുള്ള ടോപ്പിക്സ് പഠിക്കാൻ നിങ്ങളെ ഏറ്റവും അധികം ഹെൽപ്പ് ചെയ്യും. നമുക്കിപ്പം ബൈബിൾ, കോൺസ്റ്റിറ്റ്യൂഷന്റെ ബൈബിൾ എന്നൊക്കെ വിളിക്കാൻ സാധിക്കുന്ന ഒരു ടെക്സ്റ്റ് ആണ് ലക്ഷ്മികാന്തിന്റെ ടെക്സ്റ്റ് ബുക്ക്. കുറച്ച് കട്ടിയായിട്ടുള്ള ടെക്സ്റ്റ് ആണത്. പക്ഷെ നിങ്ങൾ ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കേണ്ട. ആ ടെക്സ്റ്റിലെ റാങ്ക് മേക്കിംഗ് ടോപ്പിക്സിന്റെ ധാരാളം ക്ലാസ്സുകൾ നമ്മൾ ഈ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഈ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്താൽ നിങ്ങൾക്ക് ധാരാളം ക്ലാസ്സുകൾ കിട്ടും. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്ന ഏരിയ ആണ്. ഇതിനു മുമ്പ് നമ്മൾ പ്രിയാമ്പിൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. പ്രിയാമ്പിളിന്റെ ഒക്കെ ക്ലാസ്സുകൾ ഈ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അരച്ച് കലക്കി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഇതിനോട് ചേർത്ത് പഠിക്കേണ്ട മറ്റൊരു ടോപ്പിക്കാണ് എവല്യൂഷൻ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടന എങ്ങനെയാണ് ഉണ്ടായെന്നുള്ളതിന്റെ ചരിത്രപരമായ നാൾ വഴികൾ പഠിക്കാൻ നിങ്ങൾക്ക് ഈ പ്ലേലിസ്റ്റ് യൂസ് ചെയ്യാം. കഴിഞ്ഞ LSTD പരീക്ഷയ്ക്കും സിവിൽ സർവീസ് പരീക്ഷയ്ക്കും ഒക്കെ റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ വന്ന ഒരു പാഠഭാഗമാണിത്. നല്ല ബോറൻ പാഠഭാഗമാണ്, പക്ഷെ മാക്സിമം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങളിലേക്ക് ആ ടോപ്പിക് ഞങ്ങൾ എത്തിക്കുന്നതാണ്. സോ ലക്ഷ്മികാന്തിലെ ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക് നമുക്ക് അരച്ച് കലക്കി അങ്ങോട്ടങ്ങ് പഠിക്കാം. ഒറ്റ വീഡിയോയിൽ പഠിപ്പിച്ചു തീർക്കാൻ പറ്റുന്നതല്ലത്. അതുകൊണ്ട് തന്നെ പല ഭാഗമായിട്ട് അപ്ലോഡ് ചെയ്യുന്ന ഈ വീഡിയോ ഫണ്ടമെന്റൽ റൈറ്റ് എല്ലാം തന്നെ കവർ ചെയ്ത് തരുന്നതാണ്. മറ്റ് ക്ലാസ്സുകൾക്കായി ഈ പ്ലേലിസ്റ്റ് ചെക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ക്ലാസ്സുകളൊക്കെ ലഭിക്കും. ഒരു അഫോർഡബിൾ ഫീസ് സ്ട്രക്ചറിൽ കേരള PSCയുടെ 10th പ്ലസ് 2 ഡിഗ്രി ലെവൽ കോഴ്സുകളിൽ നിങ്ങൾ തയ്യാറെടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ UPSCയുടെ ഫൗണ്ടേഷൻ കോഴ്സ് വേണമെങ്കിൽ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതിയാവും. ഈ ക്ലാസ്സുകളുടെ ഒക്കെ PDF നോട്ട്സ് ലഭിക്കാനായി ടെലിഗ്രാം ഫാമിലി മെമ്പേഴ്സ് ആവുക. ടെലിഗ്രാം ഫാമിലിയുടെ ലിങ്കും കമന്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ആഴത്തിൽ പഠിക്കാം, ആസ്വദിച്ച് പഠിക്കാം. കോവാറന്റോ നമുക്ക് കഴിഞ്ഞ വർഷം മെയിൻസിന് ചോദിച്ചൊരു ചോദ്യമാണ്. കോവാറന്റോ അതായത് ആരോട് ചോദിച്ചിട്ടാണ് നിങ്ങൾ ഒരു കാര്യം ചെയ്യുന്നത്, അണ്ടർ ഹൂസ് വാറന്റ് എന്നുള്ളതാണ് കോ വാറന്റോയുടെ മീനിങ്. ഇത് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോടതി ഒരു പബ്ലിക് ഓഫീസിന് കൊടുക്കുന്ന ഒരു നിർദ്ദേശമാണ് കോ വാറന്റോ. ഒരു സപ്പോസ് ഒരു തഹസിൽദാർ കളക്ടർ ചെയ്യേണ്ടുന്ന പണി ചെയ്തു കഴിഞ്ഞാൽ കോടതി ചോദിക്കുന്നത് ആരോട് ചോദിച്ചാണ് നിങ്ങൾ ചെയ്യുന്നത്? കാര്യം എക്സീഡിങ് ഓഫ് ജൂറിസ്ഡിക്ഷൻ ആണ് അല്ലെ. അതിലൊരു കളക്ടർ ചീഫ് സെക്രട്ടറി ചെയ്യേണ്ട പണി ചെയ്ത് കഴിഞ്ഞാലോ? സോ ഒരു ഓഫീസിനെ ഒരു പബ്ലിക് സെർവന്റ് മിസ്യൂസ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ പവറിനെ എക്സീഡ് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ കോടതിക്ക് ചോദിക്കാം കോ വാറന്റോ, അണ്ടർ ഹൂസ് വാറന്റ് ഇതൊക്കെ ചെയ്യുന്നെന്ന് കോടതിക്ക് ചോദിക്കാം. ഇത് ഒരു ഒരു പെർമനന്റ് പബ്ലിക് ഓഫീസിനെതിരായിട്ട് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു നിയമത്തിന്റെയോ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷന്റെയോ പിൻബലത്തിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സബ്സ്റ്റാറ്റീവ് പബ്ലിക് ഓഫീസിനെതിരെ മാത്രമേ കോ വാറന്റോ ഇംപ്ലിമെന്റ് ചെയ്യാൻ ഒക്കത്തുള്ളൂ. എനിക്കെതിരെ കോ വാറന്റോ ഇംപ്ലിമെന്റ് ചെയ്യാൻ ഒക്കത്തില്ല, അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ ഇംപ്ലിമെന്റ് ചെയ്യാൻ ഒക്കത്തില്ല. PSC അല്ലെങ്കിൽ UPSC അല്ലെങ്കിൽ ഒരു കളക്ടർ അല്ലെങ്കിൽ ഒരു ചീഫ് സെക്രട്ടറി അതുപോലൊക്കെയുള്ള ആൾക്കാർക്ക് നിയമത്തിന്റെയോ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷന്റെ പിൻബലത്തിലുള്ള ആൾക്കാരാണല്ലോ, അവർക്കെതിരെ കോ വാറന്റോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇഷ്യൂ ചെയ്യാൻ പറ്റും. ഇപ്പം ഇലക്ഷൻ കമ്മീഷണർ അവരൊക്കെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസിസിൽ വന്നിട്ടുള്ള ബോഡീസ് അല്ലേ, അവർക്കെതിരെ പറ്റും. ഇത് ഒരു മന്ത്രിക്കോ ഒരു പ്രൈവറ്റ് ഓഫീസിനോ എതിരായിട്ട് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെ പഠിച്ചിരിക്കാം. അപ്പം ഇതാണ് കോ വാറന്റോ, അണ്ടർ ഹൂസ് വാറന്റ് എന്ന് ചോദിക്കുന്നതിന്റെ അണ്ടറിലാണ്. ഇത് ബാക്കി റിട്ടുകൾ പോലെ ഇത് ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ അല്ലേ, PIL എന്ന് പറയുന്ന ഒരു കേസുമായിട്ട് നമുക്ക് ഒരു ബന്ധവും ഇല്ലെങ്കിൽ പോലും നമുക്ക് ഒരാൾക്കെതിരെ കേസ് കൊടുക്കാം. സപ്പോസ് ഗുജറാത്തില് ഒരു പാറമട ഉണ്ടെന്നിരിക്കട്ടെ, അവിടെ ആൾക്കാർ പാറ പൊട്ടിക്കുന്നു. അവിടെ പാറ പൊട്ടിക്കുന്നു എന്നത് എനിക്ക് ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പൊ എനിക്കും ആ കേസോട് ഒരു ബന്ധവുമില്ല. സ്റ്റിൽ എനിക്ക് പൊതുതാൽപര്യ ഹർജി കൊടുക്കാം. ഈ പാറ പൊട്ടിക്കുന്നുണ്ട് അവിടുത്തെ ആൾക്കാർക്ക് ബുദ്ധിമുട്ടാവുന്നു എന്ന് പറഞ്ഞിട്ട് പൊതുതാൽപര്യ ഹർജി, പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ കൊടുക്കാം. അതുപോലെയാണിത്. ഇതിലും ആർക്ക് വേണമെങ്കിലും കോ വാറന്റോ റിട്ട് കോടതി എടുത്ത് പോയി ചോദിക്കാം. ആ ഒരു കേസുമായിട്ട് ഡയറക്റ്റ് ബന്ധമുള്ള ആളാവണമെന്നൊരു നിർബന്ധമില്ല. അതാ ഇവിടെ ലോക്കസ് സ്റ്റാൻഡി എന്നൊരു പ്രിൻസിപ്പിൾ ഉണ്ട്. ലോക്കസ് സ്റ്റാൻഡി ബേസിക്കലി ലോക്കസ് സ്റ്റാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കേസ് കൊടുക്കണമെങ്കിൽ അല്ലെങ്കിൽ കോടതിയെ സമീപിക്കണമെങ്കിൽ ആ കേസുമായിട്ട് നമുക്ക് ഡയറക്റ്റ് ബന്ധം വേണം. ഇപ്പൊ ഈ ക്ലാസ്സിലെ രണ്ടുപേര് പരസ്പരം തമ്മിൽ തല്ലുന്നു, അപ്പൊ അതിന് എനിക്ക് കേസ് കൊടുക്കാൻ ഒക്കത്തില്ല, കാരണം നിങ്ങൾക്കിടയിലുള്ള പ്രശ്നത്തിൽ എനിക്ക് പങ്കില്ല. പക്ഷേ കോ വാറന്റോയും പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷനും ഒക്കെ പറയുന്നത് ഇവിടെ നമുക്ക് ബന്ധമില്ലെങ്കിൽ പോലും ഇത് യൂസ് ചെയ്യാം. ഒരു പർട്ടിക്കുലർ കേസ് നമുക്ക് ബന്ധമില്ലെങ്കിൽ പോലും നമുക്ക് ഇത് യൂസ് ചെയ്യാം. ഓക്കെ, ഒരു ഇൻട്രസ്റ്റഡ് പേഴ്സൺ ഇത് യൂസ് ചെയ്യാം. അഗ്രീവ്ഡ് പേഴ്സൺ ആവണം നിർബന്ധമില്ല. അഗ്രീവ്ഡ് പേഴ്സൺ മീൻസ് ഒരു
സംഭവത്തിന്റെ തിക്തഫലം അനുഭവിക്കുന്ന വ്യക്തി, അഗ്നിയുടെ പേഴ്സൺ മാത്രമല്ല ഏതൊരു ഇൻട്രസ്റ്റഡ് പേഴ്സണും ഇത് ഇഷ്യൂ ചെയ്യാം എന്നുള്ളൊരു വസ്തുത അറിഞ്ഞിരിക്കാം. ഫൈൻ. അപ്പോൾ നമ്മൾ റിട്ടുകൾ എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. റിട്സ് എല്ലാം പക്കയാണോ? ഹേബിയസ് കോർപ്പസ്, സെർട്ടിയോറി, മെൻഡാമസ്, കോവാറണ്ടോ, പ്രൊഹിബിഷൻ എല്ലാം ഓക്കെ ആണല്ലോ. അത് റിപ്പീറ്റ് ചെയ്ത് റിവിഷൻ നടത്തുക. കഴിഞ്ഞ വർഷം വരെ ചോദിച്ചുകൊണ്ടിരുന്ന ഹേബിയസ് കോർപ്പസ് മാത്രമേ ഉള്ളൂ. തിരിച്ചും പറഞ്ഞ് ഹേബിയസ് കോർപ്പസ് ചോദിച്ചു. പിന്നെ ഒരു പ്രാവശ്യം മാത്രം കോവാറണ്ടോ ചോദിച്ചു, ഒറ്റ പ്രാവശ്യം. ഈ പ്രാവശ്യം കളി മാറും. ഇഷ്ടംപോലെ റിട്ടുകൾ വരാൻ സാധ്യതയുണ്ട്. കാര്യം മറ്റേതൊക്കെ ചോദിച്ച് പി സേന മടുത്തിരിക്കുക. അപ്പൊ നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ അവിടെ കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ കുറച്ച് അഡീഷണൽ ഡേറ്റ ഞാൻ നിങ്ങളിലേക്ക് തരുക. ഇത് ജസ്റ്റ് കേട്ടിരുന്നാൽ മാത്രം മതി. ഫോർ എക്സാമ്പിൾ ആർട്ടിക്കിൾ 33 എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആംഡ് ഫോഴ്സ്, പട്ടാളത്തിന് അല്ലെ പട്ടാളത്തിലുള്ള ആൾക്കാർക്ക് ഫണ്ടമെന്റൽ റൈറ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ആക്ച്വലി ഇപ്പൊ നിങ്ങൾ യൂണിഫോം ഇടുകയാണെങ്കിലും, പട്ടാളത്തിലാണെങ്കിലും പോലീസിലാണെങ്കിലും എയർഫോഴ്സ്, നേവി എവിടെയാണ് നിങ്ങൾ യൂണിഫോംഡ് ഫോഴ്സിന്റെ ഭാഗമാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ് പലതും നിങ്ങളുടെ എടുത്ത് കളയും. അതാണ് ആർട്ടിക്കിൾ 33 പറയുന്നത്. പാർലമെന്റിന് നിങ്ങളുടെ ഫണ്ടമെന്റൽ റൈറ്റ് ഒക്കെ എടുത്ത് കളയാനുള്ള അവകാശമുണ്ട്. നിങ്ങൾ ഫ്രീഡം ഓഫ് സ്പീച്ചോ എക്സ്പ്രഷനോ അല്ലെങ്കിൽ ഫ്രീഡം ഓഫ് പ്രൊഫഷൻ എന്തും എടുത്ത് കളയാൻ പറ്റും. ഇതിന്റെ അണ്ടറിലാണ് ആർമി ആക്ട്, നേവി ആക്ട്, എയർഫോഴ്സ് ആക്ട് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് പാർലമെന്റിന് മാത്രമുള്ള അവകാശമാണ്, സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിനില്ല. സ്വാഭാവികമാണല്ലോ, ഈ ആംഡ് ഫോഴ്സിന്റെ കാര്യത്തിൽ പാർലമെന്റിനായിരിക്കും നിയമം നിർമ്മിക്കാനുള്ള അവകാശം, സ്റ്റേറ്റിനായിരിക്കില്ല. അപ്പൊ ആർട്ടിക്കിൾ 33 എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയും നിങ്ങൾ വായിച്ചിരിക്കണമെന്നില്ല, ഞാൻ നോട്ട് തന്നു വിടുന്നേ ഉള്ളൂ. ആർമി, നേവി, എയർഫോഴ്സ് അല്ലെങ്കിൽ യൂണിഫോംഡ് ഫോഴ്സ്, പട്ടാളമാവാം, CAPF, പാരാമിലിറ്ററി ആവാം, പോലീസ് ആവാം, എന്താണെങ്കിലും അതിൽ ഉള്ള ആൾക്കാർക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ് കംപ്ലീറ്റ്ലി കിട്ടത്തില്ല. പാർലമെന്റിന് പല ഫണ്ടമെന്റൽ റൈറ്റ്സിനെ എടുത്ത് കളയാം എന്നുള്ളൊരു കാര്യം അറിഞ്ഞിരിക്കാം. ഓക്കെ, യെസ്. ഇവിടെ ഈ ഒരു റെസ്ട്രിക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, സപ്പോസ് പട്ടാളത്തില് കുക്കുകൾ കാണും അല്ലെ, പട്ടാളത്തില് പട്ടാളക്കാർ മാത്രമല്ല പാചകം ചെയ്ത് കൊടുക്കുന്ന ആൾക്കാർ, മെക്കാനിക്കുകൾ കാണും, കാർപ്പന്റേഴ്സ് കാണും, ബാർബേഴ്സ് കാണും. ഈ ആംഡ് ഫോഴ്സിന്റെ ഭാഗമാണെങ്കിൽ നിങ്ങൾ യൂണിഫോം ഇട്ടാലും ഇട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഫണ്ടമെന്റൽ റൈറ്റുകൾ കിട്ടണമെന്നില്ല. ഓക്കെ, അപ്പം ഇതാണ് അതിനൊരു അപ്രോച്ച്. നിങ്ങൾക്ക് ഒരുപക്ഷെ ഒരു സെക്രട്ടേറിയറ്റിൽ പോവാന്നുണ്ടെങ്കിൽ, മിസ്റ്റർ ബട്ട്ലറിലെ ഇന്നസെന്റ് എന്ന് അജയ് പറയുന്നുണ്ട്. സോറി, ആ സിനിമ ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് എനിക്ക് ആ ഒരു റെഫറൻസ് കിട്ടുന്നില്ല. ഞാൻ എന്തായാലും പോയി കാണും. പോലീസ് ആണെങ്കിലും അനു സ്റ്റേറ്റ് അല്ല എടുത്തു മാറ്റുന്നത്, സെന്റർ ആണ്. ഓക്കെ, ഇന്ത്യൻ പോലീസ് ആക്ട് ഒക്കെ പാർലമെന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, പോലീസിന്റെ കേസ് ആണെങ്കിൽ പോലും സെന്റർ ആണ്. ഓക്കെ, അപ്പം അതാണ് അതിന്റെ അപ്രോച്ച്. സോ ഞാൻ പറഞ്ഞത് ഇതാണ്, നിങ്ങളിപ്പോ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യൂണിയനിൽ പോയി ജോലി ചെയ്യാം, യൂണിയൻ ക്രിയേറ്റ് ചെയ്യാം, പാർട്ടി പ്രവർത്തനമൊക്കെ നടത്താം. പക്ഷെ പട്ടാളത്തിൽ ആംഡ് ഫോഴ്സ് അത് ഏതാണെങ്കിലും അതിന്റെ ഭാഗമായി നിങ്ങൾക്ക് ഫ്രീഡം ഓഫ് സ്പീച്ച്, പൊളിറ്റിക്കൽ അസോസിയേഷൻ, ട്രേഡ് യൂണിയൻ ഇതൊന്നും ക്രിയേറ്റ് ചെയ്യാനുള്ള അവകാശം കാണില്ല എന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ, മറ്റൊരു പോയിന്റ് ആണ് പാർലമെന്റ് ആർട്ടിക്കിൾ 33 എനാക്ട് ചെയ്യുമ്പോൾ പാർലമെന്റ് വേണമെങ്കിൽ പറയാം കോടതി ഇത് ചോദ്യം ചെയ്യാൻ പാടില്ല. കാര്യം ആംഡ് ഫോഴ്സസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. കോടതി ആംഡ് ഫോഴ്സസിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ആംഡ് ഫോഴ്സസിന്റെ കാര്യത്തിൽ പാർലമെന്റ് നിർമ്മിക്കുന്ന നിയമത്തിൽ ഇടപെടാൻ പാടില്ല എന്ന് വേണമെങ്കിൽ പാർലമെന്റിന് ഒരു നിയമം കൊണ്ടുവരാം. ഇറ്റ് ക്യാൻ എക്സ്ക്ലൂഡ് കോർട്ട് മാർഷ്യൽസ് ഫ്രം ദ ജൂറിസ്ഡിക്ഷൻ ഓഫ് സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട്സ്. ഈ മേൽവിലാസം സിനിമ ഉണ്ടോ, മേൽവിലാസം, സുരേഷ് ഗോപിയുടെ മേൽവിലാസം, അതിൽ കോർട്ട് മാർഷ്യലാണ് കാണിക്കുന്നത്. കോർട്ട് മാർഷ്യൽ മീൻസ് പട്ടാള കോടതികളാണ്. പട്ടാള കോടതിയുടെ കാര്യത്തില് സാധാരണ കോടതി, സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ ഇടപെടാൻ പാടില്ല എന്ന നിയമമുണ്ട്. ഇപ്പൊ ഇത് കുറച്ച് ഞാൻ ഇൻഡെപ്തിൽ പോകുന്നേ ഉള്ളൂ. ഇപ്പൊ നിങ്ങൾ തൽക്കാലം ഇത്ര അറിഞ്ഞിരിക്കുക, ആർട്ടിക്കിൾ 33 എന്ന് വെച്ച് കഴിഞ്ഞാൽ ആംഡ് ഫോഴ്സസ്, പട്ടാളമാവാം, പാരാമിലിറ്ററി ആവാം, പോലീസ് ആവാം, അവർക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സിൽ അധികം അവകാശങ്ങൾ കാണില്ല എന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, അതാണ് ആർട്ടിക്കിൾ 33. നമുക്ക് 34 എന്താന്ന് നോക്കാം. 34 മാർഷ്യൽ ലോ ആണ്. മാർഷ്യൽ ലോ എന്താണ്? മാർഷ്യൽ ലോ, ഈ മാർഷ്യൽ എന്ന് വെച്ചാൽ അർത്ഥം എന്താ? മാർഷ്യൽ റിലേറ്റഡ് ടു മിലിറ്ററി, പട്ടാളം എന്നുള്ള മീനിങ് ആണ് മാർഷ്യൽ. മാർഷ്യൽ റേസ് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു പരമ്പരാഗതമായിട്ട് ഇതാണ്. യെസ്, ആർട്ടിക്കിൾ 21 സസ്പെൻഡ് ആവുമോ എന്ന് ചോദിക്കുന്നുണ്ട്, ക്ലിയർ ആയില്ല, നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇത് വേ മാർഷ്യൽ ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പട്ടാള നിയമമാണ്. ചില പ്രത്യേക സാഹചര്യത്തിൽ പാർലമെന്റ് എന്ത് ചെയ്യാന്നറിയോ, പട്ടാള നിയമം കൊണ്ടുവരാം. ഇവിടെ
നാഷണൽ എമർജൻസി ഇത് എന്തെങ്കിലും ഡിഫറെന്റ് ആണ്. നാഷണൽ എമർജൻസി മീൻസ് ആർട്ടിക്കിൾ 352 ആണ് അല്ലെ, ആർട്ടിക്കിൾ 352 ആണ് അടിയന്തരാവസ്ഥ. അടിയന്തരാവസ്ഥയും ഈ പറയുന്ന പോലെ മാർഷ്യൽ ലോയും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. മാർഷ്യൽ ലോ മീൻസ് അത് പട്ടാള ഭരണമാണ്. ഒരു പർട്ടിക്കുലർ സ്ഥലത്തിന്റെ അധികാരങ്ങളും അവിടുത്തെ ഭരണവും പട്ടാളം പിടിച്ചെടുക്കും. പട്ടാളമായിരിക്കും അവിടുത്തെ കോടതികൾ റൺ ചെയ്യുന്നത്, അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ റൺ ചെയ്യുന്ന പട്ടാളമായിരിക്കും. മൊത്തത്തിൽ പട്ടാളത്തിന്റെ കൺട്രോളിലേക്ക് ഒരു എൻറ്റയർ ഏരിയ. ഈ സമയത്ത് പട്ടാളം എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ പോലും അവർക്ക് ഇംഡിനിഫൈ എനി ഗവർണൻസ് എന്ന് പറയുന്നത് അവർക്ക് ഇമ്മ്യൂണിറ്റി ആണ് അല്ലെങ്കിൽ ഇംപ്യൂണിറ്റി ആണ്. അവരെ ആ തെറ്റ് ചെയ്തു എന്ന് അവരെ ശിക്ഷിക്കാൻ പറ്റത്തില്ല. ഒരു പദ്ധതി പട്ടാള ഭരണമുണ്ട്, അതിന്റെ ഭാഗമായിട്ട് പട്ടാളം എന്തെങ്കിലും ഒരു ഹ്യൂമൻ റൈറ്റ് വയലേഷൻ നടത്തിയാൽ പോലും അവരെ നമുക്ക് ശിക്ഷിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ആർട്ടിക്കിൾ 34. അതും അത്രയും ഡെപ്തിൽ പോകണ്ട, ജസ്റ്റ് ഇപ്പൊ സംബന്ധിച്ച് നിങ്ങൾക്ക് കേട്ടിരിക്കണം. ആർട്ടിക്കിൾ 34 എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റണം അത് മാർഷ്യൽ ലോ, പട്ടാള ഭരണം വരുന്നതിന്റെ ആർട്ടിക്കിൾ 34 എന്ന് പറയാൻ പറ്റണം. അത് മതി. ബാക്കി ജസ്റ്റ് ഞാൻ നോട്ട് അഡീഷണൽ തന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇത് മാത്രം തൽക്കാലം PSC പോയിന്റ് ഓഫ് വ്യൂവിൽ അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഇവിടെ ഈ മാർഷ്യൽ ലോ എന്താ അല്ലെങ്കിൽ പട്ടാള ഭരണം എന്താണെന്നൊന്നും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഡിഫൈൻ ചെയ്യുന്നില്ല. ആർട്ടിക്കിൾ 13 ജുഡീഷ്യൽ റിവ്യൂ എന്താണെന്നും കോൺസ്റ്റിറ്റ്യൂഷനിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അതുപോലെ മാർഷ്യൽ ലോ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ കാര്യമായിട്ട് ഒന്നിന്റെയും എക്സ്പ്ലനേഷൻ ഇല്ല എന്ന് അറിഞ്ഞിരിക്കുക. പക്ഷെ ഇത് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. പട്ടാള ഭരണം ഒരു സ്ഥലത്ത് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അവിടെ പട്ടാളത്തിന് വേണമെങ്കിൽ ആൾക്കാരെ തൂക്കിക്കൊല്ലാൻ പോലുള്ള അധികാരമുണ്ട്. ഡെത്ത് സെന്റൻസ് പോലും പട്ടാള കോടതിക്ക് മിലിറ്ററി കോർട്ടിന് അവിടെ ഇൻഫ്ലിക്ട് ചെയ്യാൻ പറ്റും. ഇതൊക്കെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു ഡാർക്ക് ആയിട്ടുള്ള പോയിന്റാണ്. ഓക്കെ, അപ്പൊ ഈ സമയത്ത് സർവാധികാരങ്ങളും മിലിറ്ററിക്ക് കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ഇത് ഏതൊക്കെ സാഹചര്യത്തിൽ നമ്മൾ ചെയ്യുന്നത്? ഒരു യുദ്ധം, അല്ലെങ്കിൽ ഒരു അധിനിവേശം വരുന്നു, അല്ലെങ്കിൽ ഇൻസർജൻസി വരുന്നു, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് ഭയങ്കരമായിട്ട് ആൾക്കാർ റെബലിയൻ നടത്തുന്നു, ഈ ആംഡ് റെബലിയൻ, എന്തെങ്കിലും വലിയ റെബലിയൻ റയറ്റും ഒക്കെ നടത്തുന്നു. അവിടെയാണ് ഈ പറയുന്ന മാർഷ്യൽ ലോ ആർട്ടിക്കിൾ 34 ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. നമ്മൾ ഇത് സാധാരണ ചെയ്തിട്ടില്ല, പക്ഷെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇതിനുള്ള പ്രൊവിഷനും ഉണ്ടെന്നുള്ളത് അറിഞ്ഞിരിക്കുക. യെസ് യെസ് ശ്രീലക്ഷ്മി, ഈ മിലിറ്ററി കോർട്ട് എന്ന് പറയുന്നത് ആർമിക്കും നേവിക്കും എയർഫോഴ്സിനും എല്ലാവർക്കും ഉണ്ട്. എല്ലാവരും കോർട്ട് മാർഷൽ എന്ന സിസ്റ്റത്തിന് അണ്ടറിലാണ് പ്രവർത്തിക്കുന്നത്. യെസ്, അപ്പൊ 34 ബേസിക് ഡേറ്റ അതാന്നുള്ളത് അറിഞ്ഞിരിക്കുക. യെസ്, ആർട്ടിക്കിൾ 35 നമുക്ക് PSC പോയിന്റ് ഓഫ് വ്യൂ ആവശ്യമില്ല. ഇവിടെ ഈ രണ്ട് സ്പെഷ്യൽ പോയിന്റുകൾ എന്നാണ് സ്പെഷ്യൽ പോയിന്റുകൾ. അതായത് ആർട്ടിക്കിൾ 17ഉം ആർട്ടിക്കിൾ 23 ഉണ്ട്. ഈ കാര്യത്തില് നിയമം നിർമ്മിക്കാനുള്ള അവകാശം അല്ലെങ്കിൽ പണിഷ്മെന്റ് ഡിക്ലെയർ ചെയ്യാനുള്ള അവകാശം പാർലമെന്റിന് മാത്രമാണ്. ആർട്ടിക്കിൾ 17 എന്തായിരുന്നു? അൺടച്ചബിലിറ്റി. ആർട്ടിക്കിൾ 23 എന്താ? ട്രാഫിക്കിംഗ് ഇൻ ഹ്യൂമൻ ബീയിങ്സ് ആൻഡ് ഫോഴ്സ്ഡ് ലേബർ. അത് നമ്മൾ പറഞ്ഞതാ, ബെഗാറി സിസ്റ്റം എന്നുള്ള കാര്യം പറഞ്ഞതാ. അപ്പം പാർലമെന്റിന് മാത്രമാണ് ഈ കാര്യത്തിൽ നിയമം നിർമ്മിക്കാനുള്ള അവകാശം. ഈ അൺടച്ചബിലിറ്റി പ്രൊഹിബിറ്റ് ചെയ്യാൻ പാർലമെന്റ് നിർമ്മിച്ച നിയമത്തിന്റെ പേരെന്താ? സിവിൽ റൈറ്റ്സ് ആക്ട് അല്ലെ? അതിന്റെ വർഷം ഏതാ? സിവിൽ റൈറ്റ്സ് ആക്ടിന്റെ വർഷം ഏതാ? 1955. എക്സാക്ട്ലി ശ്രീലക്ഷ്മി, വെരി ഗുഡ്. 1955. യെസ് കീർത്തന, 1955. ഇതൊക്കെ പാർലമെന്റിന് മാത്രമേ നിയമം നിർമ്മിക്കാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങൾ റിവിഷൻ നടത്തിയോ ഞാൻ നോക്കട്ടെ. ഈ ആർട്ടിക്കിൾ 22 അല്ലെ, പ്രിവെന്റീവ് ഡിറ്റൻഷൻ, ഇതിന്റെ കാര്യത്തിൽ ആർക്കാണ് ലോ ക്രിയേറ്റ് ചെയ്യാനുള്ള അവകാശം? യെസ് ശ്രീലക്ഷ്മി, വെരി ഗുഡ്. സെന്ററിനും സ്റ്റേറ്റിനും ഒരേപോലെ അവകാശമുണ്ട്. കീർത്തന, ആർട്ടിക്കിൾ 22 ഇതിൽ പ്രിവെന്റീവ് ഡിറ്റൻഷന്റെ കാര്യത്തിൽ നിയമം നിർമ്മിക്കാൻ സെന്ററിനും സ്റ്റേറ്റിനും ഒക്കെ അധികാരമുണ്ട്. എക്സാക്ട്ലി. പക്ഷെ ഈ രണ്ട് കാര്യത്തിൽ നിയമം നിർമ്മിക്കാൻ പാർലമെന്റിന് മാത്രമേ അവകാശമുള്ളൂ. അപ്പൊ ഇതൊക്കെ നമുക്ക് പ്രസ്താവനയായിട്ട് ചോദിക്കാൻ പറ്റിയ പോർഷൻസ് ആ. ഒരു റാങ്ക് ഫയൽ നമുക്ക് കിട്ടത്തില്ല, പക്ഷെ ലക്ഷ്മി അതിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. റൈറ്റ്. അപ്പൊ ഞാൻ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഞാൻ യൂട്യൂബിൽ ചെയ്ത എമർജൻസിയുടെ വീഡിയോ, പിന്നീട് മറ്റു ചില വീഡിയോസ് നിങ്ങൾ കണ്ടിരുന്നോ? അത് നമ്മൾ ക്ലാസ്സിൽ എടുത്തിട്ടില്ല, കാര്യം യൂട്യൂബിൽ ഓൾറെഡി ഇൻ ഡെപ്തിൽ നമുക്ക് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എമർജൻസി, അമെൻമെന്റ്, പിന്നീട് പാർലമെന്റ് ഡിസോൾവ് ആവുമ്പോൾ ഹൗസിന് എന്ത് സംഭവിക്കും, അത് എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ അല്ലെ?
നമുക്ക് അതിലും ഡീപ്പായിട്ട് ക്ലാസ് എടുക്കാൻ ഒക്കത്തില്ല. അത്ര ഡെപ്തിലാണ് അവിടെ എഴുതിയിട്ടുള്ളത്. റൈറ്റ്. അപ്പൊ നമുക്ക് അടുത്ത ഒരു ടോപ്പിക്കിലേക്ക് പോവാം. റൈറ്റ് ടു പ്രോപ്പർട്ടി അല്ലെങ്കിൽ പ്രോപ്പർട്ടി എന്നൊരു ഫണ്ടമെന്റൽ റൈറ്റ് ആണോ? അല്ല. പണ്ട് പ്രോപ്പർട്ടി അല്ലെങ്കിൽ നമുക്ക് സ്ഥാപകജന്മ വസ്തുക്കൾ അത് നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ് ആയിരുന്നു. ആർട്ടിക്കിൾ 19(1)(f)ലും ആർട്ടിക്കിൾ 31ലും അതൊരു ഫണ്ടമെന്റൽ റൈറ്റ് ആയിരുന്നു. പക്ഷെ ഏത് അമെന്റ്മെന്റ് വഴിയാണ് നമ്മളിപ്പോ അതിനെ മാറ്റിയത്? ഏത് അമെന്റ്മെന്റ് വഴിയാണ് ഈ ഫണ്ടമെന്റൽ റൈറ്റ് നമ്മൾ എടുത്ത് കളയുന്നത്? 44th കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ്, എക്സാക്ട്ലി 44th 1986. ഗുഡ്. അപ്പൊ അതുവഴി നമ്മൾ ആർട്ടിക്കിൾ 31 എടുത്താൽ കളഞ്ഞു. ഇന്ന് റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഒരു ഫണ്ടമെന്റൽ റൈറ്റ് അല്ല. പകരം 300A എന്ന് പറയുന്ന ആർട്ടിക്കിൾ അണ്ടറിൽ വെറും ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ റൈറ്റ് ആണ്. ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷൻ റൈറ്റും ആണ്, ലീഗൽ റൈറ്റും ആണ്. കാര്യം കോൺസ്റ്റിറ്റ്യൂഷന്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു കോൺസ്റ്റിറ്റ്യൂഷൻ റൈറ്റ് ആയിരിക്കും, ഇല്ലെങ്കിൽ അത് ഒരു ലീഗൽ റൈറ്റ് ആയിരിക്കും. ഇതിപ്പോ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ റൈറ്റ് ആണ്. ഓക്കെ, ഇത് ഏത് പാർട്ടിലാണെന്ന് ഓർത്തിരിക്കണം. പാർട്ട് 12 ആണ്. പാർട്ട് 12 ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതൊക്കെ എല്ലാവരും പഠിച്ചു, സ്ഥിരം ചോദിക്കുന്നത്. പക്ഷെ പാർട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടും. പാർട്ട് 12 ആണ് എന്നുള്ളൊരു കാര്യം ഓർത്തിരിക്കുക. ഇതിന്റെ അണ്ടറിൽ പറയുന്ന 2 കാര്യങ്ങൾ, ദാറ്റ് ഒരു വ്യക്തിക്കും അവരുടെ പ്രോപ്പർട്ടി നിയമത്തിന്റെ പിൻബലം ഇല്ലാതെ എടുത്ത് കളയാൻ പാടില്ല. ഇപ്പം ഒരു റോഡ് വീതി കൂട്ടുന്നു, അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വേണമെങ്കിൽ ഒരാളുടെ പ്രോപ്പർട്ടി എടുക്കാൻ കുഴപ്പമില്ല, അവിടെ നിയമത്തിന് പിൻബലമുണ്ട്. ചുമ്മാ ഇരിക്കുന്ന ഒരാളുടെ പ്രോപ്പർട്ടി സ്റ്റേറ്റ് ചുമ്മാ ചെന്ന് പിടിച്ചു വാങ്ങിക്കാൻ പാടില്ല. നിയമത്തിന് പിൻബലം ഇല്ലാതെ ആരുടെയും പ്രോപ്പർട്ടി എടുത്ത് കളയാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊരു ലീഗൽ റൈറ്റ് ആണ്, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റും ആണ്, പക്ഷെ ഫണ്ടമെന്റൽ റൈറ്റ് അല്ല എന്നുള്ളൊരു കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, ചാറ്റ് നോക്കട്ടെ. യെസ്, പാർട്ട് 12 ആണ്. പാർട്ട് 12 എക്സാക്ട്ലി. അജീഷ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഫൈൻ. നമുക്ക് അനാവശ്യമുള്ള സെക്ഷൻ ആണ്. ഞാനിത് ഫൈനൽ ചില സ്ലൈഡ്സ് എഡിറ്റ് ചെയ്യാൻ പറഞ്ഞു. മറ്റേത് മെയിൻസിന്റെ ഡിസ്ക്രിപ്റ്റീവ് എക്സാമിന് ചില സ്ലൈഡ്സിന് അത് കയറി വന്നിട്ടുണ്ട്, നമുക്കത് ആവശ്യമില്ല. ഓക്കെ, എക്സെപ്ഷൻ ടു ഫണ്ടമെന്റൽ റൈറ്റ് നമുക്ക് ഈ ഒരു പോയിന്റ് ഓഫ് വ്യൂവില് ഞാൻ നോട്ട് തന്നുവിടാം. എക്സെപ്ഷൻ ടു ഫണ്ടമെന്റൽ റൈറ്റ് ഇത് കുറെ ഉണ്ട്. നമുക്ക് ഇത്രയും ഡെപ്തിൽ PSC ചോദിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. ഇത് നമുക്ക് ഇതിന് 2-3 ക്ലാസ്സിനുള്ള ടോപ്പിക് ഉണ്ട്. തൽക്കാലം അറിഞ്ഞിരിക്കാം. ഞാൻ ഡൗട്ട് ചോദിച്ചോട്ടെ, ഞാൻ ഇതും കൂടെ ഒന്ന് പറഞ്ഞു പോവാം, ചോദ്യം വന്നാലോ. ഈ ഫണ്ടമെന്റൽ റൈറ്റ് ആണോ DPSP ആണോ വലുത്? അജീഷ് അതൊന്നുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യോ? അജീഷ്, നിയമപരമായി പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കോമ്പൻസേഷൻ തരണമെന്നുണ്ട്. കോമ്പൻസേഷൻ തരും, അല്ലെങ്കിൽ പ്രതിവിധിയൊന്നും ഇല്ല. അതൊരു പ്രശ്നം അതാ. യെസ്, കാര്യം റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് ഫണ്ടമെന്റൽ റൈറ്റ് അല്ല. ഓക്കെ, ആൻസറിംഗ് ടു ഇയർലി ക്വസ്റ്റ്യൻ. പൊതുവേ നമ്മൾ പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റ് ആണ് DPSP-യേക്കാൾ വലുത്. ഓക്കെ, DPSP-യേക്കാൾ വലുത് ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. പക്ഷേ ഇതിന് ചില എക്സെപ്ഷൻസ് ഉണ്ട്. ഈ എക്സെപ്ഷൻസ് നമ്മൾ പറയുന്നത് ആർട്ടിക്കിൾ 31A, B, C എന്നിവയിലാണ്. ഓക്കെ, എന്താണെന്ന് ഞാൻ പറയാം, നിങ്ങൾ ജസ്റ്റ് കേട്ടിരിക്കുക. നമുക്ക് ഇത് ഇതുവരെ PSC ചോദിക്കാത്തൊരു സെക്ഷനാണ്. അപ്പോൾ ഞാൻ ഒരു സ്പീഡിനായിരിക്കും പറയുന്നത്. നിങ്ങൾക്ക് വീഡിയോ മൾട്ടിപ്പിൾ ടൈംസ് പിന്നീട് കണ്ടു നോക്കാവുന്നതാണ്. ആർട്ടിക്കിൾ 31A ഉണ്ട്, B ഉണ്ട്, C ഉണ്ട്. ശ്രദ്ധിക്കുക, ഇതൊക്കെ ക്യാപിറ്റൽ ലെറ്റർ ABC ആണ്. ആർട്ടിക്കിൾ 31A എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് അമെന്റ്മെന്റ് ആക്ട് വഴി കൊണ്ടുവന്ന ആർട്ടിക്കിളാണ്. ഇതിനകത്ത് എല്ലാം 1 ആ. നോക്കിയേ, ഫസ്റ്റ് അമെന്റ്മെന്റ് ആക്ട്, അതിന്റെ വർഷം 1951. 31 ഇവിടെ 1 ഉണ്ട്. A എന്ന് വെച്ചാൽ ഫസ്റ്റ് ആൽഫബറ്റ് ആണ്. അപ്പൊ ഈ 31 ആരും മറക്കരുത്. ആർട്ടിക്കിൾ 31A പറയുന്ന ഒരു കാര്യമാണ്, ഈ 5 കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു നിയമം നിർമ്മിക്കുകയാണെങ്കിൽ അത് ഫണ്ടമെന്റൽ റൈറ്റ് വയലേറ്റ് ആയാൽ പോലും ആ നിയമം നിലനിൽക്കും. സാധാരണഗതിയിൽ ഫണ്ടമെന്റൽ റൈറ്റിനെ വയലേറ്റ് ചെയ്ത നിയമം നിലനിൽക്കത്തില്ല, കോടതി അതിനെ വെട്ടിക്കളയും. പക്ഷെ ആർട്ടിക്കിൾ 31 അതിനൊരു എക്സെപ്ഷനാണ്. ഈ 5 കാര്യങ്ങൾ എന്തൊക്കെയാ? എസ്റ്റേറ്റ് പിടിച്ചെടുക്കുക, അതായത് ഒരാളുടെ പ്രോപ്പർട്ടി പിടിച്ചെടുക്കുക, അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന്റെ മാനേജ്മെന്റ് പിടിച്ചെടുക്കുക, കോർപ്പറേഷൻസ് അമാൽഗമേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഡയറക്ടേഴ്സിനെ ഷെയർ ഹോൾഡേഴ്സിനൊക്കെ അധികാര അവകാശങ്ങൾ മാറ്റുക. പിന്നീട് ചില മൈനിങ് ലീസസ്, ഈ കോളിന്റെ ഒക്കെ ഈ കൽക്കരിയുടെ ഒക്കെ ഖനനം ഉണ്ടല്ലോ, അതിന്റെ മൈനിങ് ലീസസ്, ഈ കാര്യത്തിലൊക്കെ മാറ്റം വരുത്താനായിട്ട് ഗവൺമെന്റ് ഒരു നിയമം പാസ്സാക്കാന്നിരിക്കട്ടെ. ആ നിയമം ആർട്ടിക്കിൾ 14-ഉം 19-ഉം ഒക്കെ വയലേറ്റ് ചെയ്താൽ പോലും ആ നിയമം നിലനിൽക്കും എന്നാണ് ആർട്ടിക്കിൾ 31A പറയുന്നത്.
ഓക്കെ, അപ്പൊ ആർട്ടിക്കിൾ 31A ആണ്. ഇത് ഫസ്റ്റ് അമെന്റ്മെന്റ് ആക്ട് ആണ്, 1951 ആണ്. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, എ ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ആർട്ടിക്കിൾ 31B എന്താ പറയുന്നത്? ആർട്ടിക്കിൾ 31B ഇതും 9th ഷെഡ്യൂളിനെ പറ്റി തന്നെയാണ് പറയുന്നത്. 9th ഷെഡ്യൂൾ സി, ഇത് നമുക്ക് ഓൾറെഡി വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. 9th ഷെഡ്യൂൾ ക്രിയേറ്റഡ് ആവുമ്പോൾ ഇന്ത്യയിലെ പ്രൈം മിനിസ്റ്റർ ആരായിരുന്നു? 9th ഷെഡ്യൂൾ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് 9th ഷെഡ്യൂൾ ക്രിയേറ്റ് ആയപ്പോൾ ഇന്ത്യയിലെ പ്രൈം മിനിസ്റ്റർ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. കാര്യം ഇതും ഫസ്റ്റ് അമെന്റ്മെന്റ് ആക്ട് അണ്ടർ 1951 തന്നെ വന്നിട്ടുള്ളതാണ്. ഇതിനകത്ത് പറയുന്ന ഒരു കാര്യമാണ്, പാർലമെന്റ് ഒരു നിയമം നിർമ്മിച്ചു. ആ നിയമം 9th ഷെഡ്യൂളിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഇമ്മ്യൂൺ ഫ്രം ജുഡീഷ്യൽ റിവ്യൂ. സാധാരണഗതിയിൽ ഒരു നിയമം പാർലമെന്റ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഫണ്ടമെന്റൽ റൈറ്റിനെ വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ കോടതി ഇടപെടും. കോടതി ഇടപെട്ടിട്ട് അതിനെ വെട്ടിക്കളയും. പക്ഷേ ഇനി മുതൽ അത് നടക്കത്തില്ല. ആ നിയമം പാർലമെന്റ് 9th ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അറിയോ? പാർലമെന്റ് ആ നിയമം നിലനിർത്തും. കോടതിക്ക് അതിനെ തൊടാൻ പറ്റത്തില്ല. ഇതാണ് ആർട്ടിക്കിൾ 31B എന്ന് പറയുന്നത്. അതായത് 31A എന്ന് പറയുമ്പോൾ 31A എന്ന് പറയുമ്പോൾ ഇതിനകത്ത് 5 സാധനങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ മാത്രമേ പ്രൊട്ടക്ട് ആവുന്നുള്ളൂ. പക്ഷെ 31B എന്ന് പറയുമ്പോൾ ഇതിനകത്ത് എന്തു ഇടാം? ഇതിന്റെ സ്കോപ്പ് ഇൻഫിനിറ്റ് ആണ്. മറ്റേ 5 പോയിന്റുകൾ വരുന്ന കാര്യം മാത്രമേ 31A അണ്ടറിൽ പ്രൊട്ടക്ട് ആവുള്ളൂ. 31B അണ്ടറിൽ ഇതെല്ലാം പ്രൊട്ടക്റ്റഡ് ആകും എന്നുള്ള, ബാക്കി എന്തും ഇതിന്റെ അണ്ടറിൽ പ്രൊട്ടക്റ്റഡ് ആകും എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കാം. ഓക്കെ, 31Aയും Bയും ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ? ക്ലിയർ? റിപ്പീറ്റ് ചെയ്യണോ? ഏതെങ്കിലും സെക്ഷൻ റിപ്പീറ്റ് ചെയ്യണോ? യെസ്, ക്ലിയർ ആണ്, ക്ലിയർ ആണ്. ഓക്കെ ഓക്കെ. അപ്പം മറ്റൊന്നാണ് ആർട്ടിക്കിൾ 31C. നമുക്ക് ഓൾറെഡി 31B ചോദ്യം വന്നതാ. കാര്യം 9th ഷെഡ്യൂള് 31Bയുടെ പേരിലാണ് ക്രിയേറ്റഡ് ആവുന്നത് അല്ലേ? അപ്പം നമുക്കിനി വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമുണ്ട്. ആർട്ടിക്കിൾ 31C ഇത് ഏത് അമെന്റ്മെന്റ് വഴിയാ ക്രിയേറ്റ് ആവുന്ന ചോദ്യമുണ്ട്. അമെന്റ്മെന്റ് 25th അമെന്റ്മെന്റ് ആക്ട് 25th അമെന്റ്മെന്റ് ആക്ട് ഇതിനണ്ടറിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നുണ്ട്. ഇതാണ് ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം, കൂടെ നിന്നോണം. ഓക്കെ, അതായത് 25th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് വഴി വന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 31C. സി ക്യാപിറ്റൽ ലെറ്റർ ആണ്. ഈ ആർട്ടിക്കിൾ 31C എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനണ്ടറിൽ നമ്മളൊരു നിയമം നിർമ്മിക്കുകയാണെങ്കിൽ ആ നിയമം ആർട്ടിക്കിൾ 39 സ്മോൾ ലെറ്റർ ബിയും സ്മോൾ ലെറ്റർ സിയും ഉണ്ട്. ഇതിനെ ഇംപ്ലിമെന്റ് ചെയ്യാനാണ് കൊണ്ടുവന്നതെങ്കിൽ ആ നിയമം നിലനിൽക്കും. എന്താ ഈ ആർട്ടിക്കിൾ 39B എന്തായിരുന്നു? അല്ലെങ്കിൽ 39C എന്താണ്? 39B എന്തായിരുന്നു? DPSP ഉള്ളതാണല്ലോ. ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റിസോഴ്സസ് അല്ലേ? നമുക്ക് എല്ലാ DPSPയും വേണ്ട. ഈ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ വരുന്നത് കൊണ്ട് ഈ ഒരു സെക്ഷൻ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. ആർട്ടിക്കിൾ 39B പറയുന്ന ഒരു കാര്യമാണ് ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റിസോഴ്സസ്. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, എന്റെ കയ്യിൽ ഈ ലോകത്തിലെ മുഴുവൻ സ്വത്ത് എന്റെ കയ്യിൽ ഇരിക്കുകയാണെങ്കിൽ അത് ശരിയാണോ? അല്ല. അതുകൊണ്ട് ഗവൺമെന്റ് എന്ത് തരും? ഞാൻ പിടിച്ചു വെച്ചിരിക്കുന്ന സ്വത്തൊക്കെ പിടിച്ചെടുത്തിട്ട് പാവപ്പെട്ട ആൾക്കാർക്ക് ഇക്വിറ്റബിൾ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. അതാണ് ആർട്ടിക്കിൾ 39B പറയുന്നത്. അതായത് ഈ വെൽത്ത്, സ്വത്ത് എന്ന് പറയുന്ന സംഭവം സ്റ്റേറ്റ് എല്ലാവർക്കും ഒരേപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണം. അപ്പൊ 39CO സി എന്ന് വെച്ചാൽ സി കോൺസെൻട്രേഷൻ ആലോചിക്കുക. സി കോൺസെൻട്രേഷൻ. കോൺസെൻട്രേഷൻ അതായത് പ്രൊഹിബിഷൻ ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് വെൽത്ത് എന്ന് പറയും. ഒരാളുടെ കയ്യിൽ, ഇത് രണ്ടും സിമിലർ കോൺസെപ്റ്റ്, 39Bയും സിയും സിമിലർ ആണ്. ഈ സ്വത്തും ഭൂമിയൊക്കെ ഒരാളുടെ കയ്യിൽ മാത്രമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കാൻ പാടില്ല. അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നെങ്കിൽ എന്ത് ചെയ്യണം? അത് സ്റ്റേറ്റ് പിടിച്ചെടുത്ത് ബാക്കിയുള്ളവർക്ക് കൊടുക്കണം.
ഇതാണ് ഭൂപരിഷ്കരണ നിയമത്തിന്റെ ഒക്കെ ബേസിസ്. മനസ്സിലായോ? ഭൂപരിഷ്കരണ നിയമം എന്താ ചെയ്തത്? സ്വത്തെല്ലാം പിടിച്ചു വെച്ചിരുന്ന ജന്മിയുടെ കയ്യിൽ നിന്ന് ഭൂമി പിടിച്ചെടുത്തിട്ട് പാവപ്പെട്ട ആൾക്കാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുമല്ലായിരുന്നോ? പിന്നെ അതൊക്കെ 39B-യും C-യും ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 39B-യും C-യും പറയുന്നത് എന്താ? പ്രൊഹിബിഷൻ ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് വെൽത്തും ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റിസോഴ്സസും. അപ്പൊ ഇത് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് നിയമം കൊണ്ടുവരാം? ആ നിയമം ആർട്ടിക്കിൾ 14 വയലേറ്റ് ചെയ്താലും ആർട്ടിക്കിൾ 19 വയലേറ്റ് ചെയ്ത വിഷയമല്ല. എന്ത് നിയമം നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവരാം എന്നാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നത്. ഓക്കെ, ഇതാണ് ആർട്ടിക്കിൾ 31C പറയുന്ന കാര്യങ്ങൾ. 31C. ഇത് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് PSC ചരിത്രത്തിൽ ഇതുവരെ ചോദിച്ചിട്ടില്ല. പക്ഷെ നമ്മുടെ ബാച്ചിന്റെ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടുന്ന് ചോദ്യം വന്നാലും നമുക്ക് പൊളിറ്റി നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. ഓക്കെ, അപ്പൊ 31 ക്യാപിറ്റൽ ലെറ്റർ C എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഇത് പറയുന്നത്. അപ്പൊ 31A, 31B, 31C ഇത്രയും പോർഷൻസ് നമുക്ക് പുറത്ത് കിട്ടത്തില്ല. യൂട്യൂബ് വീഡിയോസിനകത്ത് പോലും ഇല്ല. പക്ഷെ എന്റെ മനസ്സ് പറയുന്നത് PSC ഇന്ന് അല്ലെങ്കിൽ നാളെ ഇവിടുന്ന് ചോദിക്കും. കാര്യം കഴിഞ്ഞ വർഷമൊക്കെ ചോദിച്ചത് ഡോക്ടർ ഓഫ് റിപ്പഗ്നൻസിയാ. അത്രയും ഡെപ്തിലൊന്നും UPSC പ്രിലിംസിലൊന്നും ചോദ്യം വരാറില്ല. നമുക്ക് ഇവിടുന്ന് ചോദ്യങ്ങൾ ഭാവിയിൽ പ്രതീക്ഷിക്കാം. ഈ എക്സാമിന് അല്ലെങ്കിൽ ഭാവിയിൽ എന്തായാലും പ്രതീക്ഷിക്കാം. അപ്പൊ ഈ ഒരു സെക്ഷൻ നിങ്ങൾ മൾട്ടിപ്പിൾ ടൈംസ് റിവിഷൻ നടത്തി കാണുക. ഓക്കെ, എനി ഡൗട്ട്? 31A, 31B, 31C ഇത് രണ്ടും ഫസ്റ്റ് അമെന്റ്മെന്റ് ആക്ട് ആണ്. ഇത് 25th അമെന്റ്മെന്റ് ആക്ട് അണ്ടറിൽ വന്നതാണ്. ആർട്ടിക്കിൾ 31C-യിലാണ് നമ്മൾ 39 സ്മോൾ ലെറ്റർ B-യെയും സ്മോൾ ലെറ്റർ C-യെയും പ്രൊട്ടക്ട് ചെയ്യുന്നത്. സെറ്റ് ആണോ? ഓക്കെ ആണെങ്കിൽ ഹാൻഡ് ഒന്ന് റൈസ് ചെയ്യോ? ഓക്കെ, ഈ ഒരു സെക്ഷൻ നിങ്ങൾ മൾട്ടിപ്പിൾ ടൈംസ് റിവിഷൻ നടത്തി കാണും കേട്ടോ. റൈറ്റ്, ഓക്കെ, ക്ലിയർ ക്ലിയർ ക്ലിയർ, ഗുഡ് ഗുഡ്. സോ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ ലിമിറ്റേഷൻസ് ആണ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒരെണ്ണം പോലും ആബ്സല്യൂട്ട് അല്ല. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആബ്സല്യൂട്ട് ആണെന്ന് പറയാൻ പറ്റുമോ? ഇത് ഒരു ഫണ്ടമെന്റൽ റൈറ്റ് എങ്കിലും ആബ്സല്യൂട്ട് ആണ് എന്ന് പറയാൻ പറ്റുമോ? എല്ലാത്തിനും ലിമിറ്റേഷൻ ഉണ്ടെന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ആണെങ്കിലും എല്ലാത്തിനും ലിമിറ്റേഷൻ ഉണ്ട്. ഓക്കെ, അതേപോലെ ഇതിനകത്ത് സോഷ്യൽ ആൻഡ് എക്കണോമിക് റൈറ്റ്സ് വരുന്നില്ല. പൊളിറ്റിക്കൽ റൈറ്റ്സ് മാത്രമാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് പറയുന്നത്. അപ്പൊ ഈ സോഷ്യൽ ആൻഡ് എക്കണോമിക്കൽ റൈറ്റ് ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ ഏത് പാർട്ടിലാണ് ഇതിനെ പറ്റി പറയുന്നത്? പൊളിറ്റിക്കൽ റൈറ്റിനെ പറ്റി ഫണ്ടമെന്റൽ റൈറ്റിൽ പറയുന്നുണ്ട്, സമ്മതിക്കുന്നു. സോഷ്യൽ ആൻഡ് എക്കണോമിക് റൈറ്റോ? യെസ്, ശ്രീലക്ഷ്മി, ഗുഡ്. എല്ലാവരും ഒന്ന് പറഞ്ഞേ. DPSP അല്ലെ? DPSP ഇത് DPSP-യിലാണ് പറയുന്നത്. DPSP-യിലാണ് പറയുന്നത്. പിന്നെ ഫണ്ടമെന്റൽ റൈറ്റിന്റെ ഏറ്റവും വലിയ പ്രശ്നം ക്ലാരിറ്റി ഇല്ല എന്നുള്ളതാണ്. ഈ പബ്ലിക് ഓർഡർ, മൈനോറിറ്റീസ്, റീസണബിൾ റെസ്ട്രിക്ഷൻ ഇതൊക്കെ എന്താണെന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ ഡിഫൈൻ ചെയ്യുന്നില്ല. ഫോർ എക്സാമ്പിൾ മാർഷ്യൽ ലോ, ആർട്ടിക്കിൾ 34 പറയുന്ന മാർഷ്യൽ ലോ ഇത് എന്താ സാധനം? നമുക്ക് അറിയത്തില്ല എന്താ സാധനം എന്നുള്ള കാര്യം. കോൺസ്റ്റിറ്റ്യൂഷൻ ഇതിനെ പറ്റി പറയുന്നില്ല. അത്തരത്തിൽ ക്ലാരിറ്റി ഇഷ്യൂവും ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷനകത്തുള്ള സംഭവങ്ങൾക്ക് ഉണ്ട് എന്നുള്ളത് അറിഞ്ഞിരിക്കാം. ഓക്കെ, അപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറഞ്ഞ സെക്ഷൻ നമ്മുടെ അവിടെ തീർന്നിരിക്കുകയാണ്. ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാനും വേണ്ടി കറണ്ട് അഫയേഴ്സിനകത്ത് ഉള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് പറഞ്ഞു പോവാം. ഒന്നാമത്തെ കാര്യം എന്താ? റൈറ്റ് ടു പ്രൈവസി. അതൊരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. ഇത് ഏത് കേസിലാണ് ഇത് ഫണ്ടമെന്റൽ റൈറ്റ് ആണ് പ്രഖ്യാപിച്ചത്? പുട്ടുസ്വാമി ജഡ്ജിമെന്റ് 2017 ആർട്ടിക്കിൾ 21 അണ്ടറിലാണ് റൈറ്റ് ടു പ്രൈവസി ഉള്ളത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ പഠിക്കേണ്ടുന്ന പുതിയൊരു റൈറ്റ് ആണ് സൈബർ ലോയിലൊക്കെ ഇപ്പൊ വരുന്നുണ്ട്. ദാറ്റ് ഈസ് റൈറ്റ് ടു ബി ഫോർഗട്ടൺ. റൈറ്റ് ടു ബി ഫോർഗട്ടൺ. എന്താണ് റൈറ്റ് ടു ബി ഫോർഗട്ടൺ? ഇപ്പൊ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങളുടെ ഒരു പടം ഇട്ടു, അല്ലെങ്കിൽ ഫേസ്ബുക്ക് നിങ്ങളുടെ പടം ഇട്ടു. നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് നിങ്ങളുടെ പ്രൈവസിയുടെ വയലേഷൻ ആയിട്ട് തോന്നി നിങ്ങൾക്ക് അത് ഡിലീറ്റ് ചെയ്യാം, അല്ലെ? പക്ഷെ നിങ്ങൾ ഡിലീറ്റ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് മറ്റാരെങ്കിലും അത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിലോ, മറ്റാരെങ്കിലും അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ടെങ്കിലോ? അതിന്റെ പ്രശ്നം മനസ്സിലായോ? ഇത് സംഭവിക്കാം. അതായത് നമുക്ക് കംപ്ലീറ്റ്ലി ഇൻവിസിബിൾ ആവാൻ പറ്റില്ല ഓൺലൈൻ വേൾഡിൽ. ഒരു പെർപെച്വൽ മെമ്മറിയിൽ നമ്മുടെ ഡിജിറ്റൽ ഫുട് പ്രിന്റ് കാണും, നമ്മുടെ ഫോട്ടോ ഒക്കെ അവിടെ കാണും. ഇത് നമ്മുടെ പ്രൈവസിയുടെ വയലേഷനാണ്. സോ നമുക്ക് ഫോർഗട്ടൺ ആവാം, അതായത് വി ഹാവ് ദ റൈറ്റ് ടു ബി ഫോർഗട്ടൺ. അതായത് നമുക്ക് കംപ്ലീറ്റ്ലി സെക്യൂർഡ് ആവാനും ഉള്ളൊരു അവകാശം ഡിജിറ്റൽ സ്പേസ് നമുക്ക് വേണം. ഇതാണ് റൈറ്റ് ടു ബി ഫോർഗട്ടൺ എന്ന് പറയുന്നത്. ഇതും ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ ഇപ്പോൾ ഒരു പ്രൈവസിയുടെ ഭാഗമായിട്ട് അംഗീകരിച്ചിട്ടുണ്ട്, റൈറ്റ് ടു ബി ഫോർഗട്ടൺ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല, ഇപ്പം ഫേസ്ബുക്കില് ചില ആൾക്കാര്
പ്രൊഫൈൽ പിക്ചർ ഗാർഡ് ഇട്ടിട്ടുണ്ട്. സ്ക്രീൻഷോട്ട് എടുക്കാൻ ഒക്കത്തില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ചില ആൾക്കാര് അവരുടെ ഫേസ്ബുക്ക് ലോക്ക് ആക്കി വെക്കും. അപ്പം ആ പ്രൊഫൈലിന്റെ സ്ക്രീൻഷോട്ട് നമുക്ക് എടുക്കാൻ ഒക്കത്തില്ല. യെസ്, എക്സാക്ട്ലി. അപ്പം ഇതൊക്കെ റൈറ്റ് ടു ബി ഫോർഗട്ടന്റെ ഭാഗമാണ്. കംപ്ലീറ്റ്ലി നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും വേണമെങ്കിൽ വേറൊരാളുടെ ഫോൺ വെച്ചിട്ട് ആ ഫോട്ടോ എടുക്കാവുന്നേ ഉള്ളൂ, അല്ലേ? അത്രേ ഉള്ളൂ അതിന്റെ കേസ്. പക്ഷേ അതൊക്കെ റൈറ്റ് ടു ബി ഫോർഗട്ടന്റെ ഭാഗമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള പോളിസീസ് ആണ് എന്നുള്ളവർ അറിഞ്ഞിരിക്കുക. ഓക്കെ, യെസ്. റൈറ്റ് ടു ബി ലെഫ്റ്റ് ലോൺ അത് തന്നെയാണ്. റൈറ്റ് ടു ബി ലെഫ്റ്റ് ലോൺ. ഇപ്പൊ നിങ്ങൾ ഡിജിറ്റൽ സ്പേസിൽ ഇരിക്കുമ്പം ആരെങ്കിലും മെസ്സേജ് അയക്കും, അല്ലേ? ഇത് ഏറ്റവും അധികം പെമ്പിളരാണ്. നിങ്ങൾ ഓൺലൈൻ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ കുറെ കോഴികൾ ചുറ്റും കൂടും. ഹലോ, ഹായ് എന്നൊക്കെ പറഞ്ഞ മെസ്സേജ് അയക്കും. അപ്പം നിങ്ങൾ റെസ്പോണ്ട് ചെയ്തെങ്കിൽ പോലും ദേ വിൽ കണ്ടിന്യൂസ്ലി സെൻഡ് മെസ്സേജസ്. സോ അവിടെ വയലേറ്റഡ് ആകുന്നത് എന്താണ്? നിങ്ങളുടെ റൈറ്റ് ടു ബി ലെഫ്റ്റ് അലോൺ ആണ്. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഇരിക്കാനുള്ള അവകാശമുണ്ട്. ഡിജിറ്റൽ സ്പേസിലാണെങ്കിലും പബ്ലിക് സ്പേസിലാണെങ്കിലും പേഴ്സണൽ ലൈഫിലാണെങ്കിലും എവ്രി വൺ ഹാവ് ദ റൈറ്റ് ടു സ്റ്റേ അലോൺ ആൻഡ് ലെഫ്റ്റ് അലോൺ. ഈ സോളിറ്റ്യൂഡ് എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്, അല്ലേ? ആൾക്കാരുടെ പ്രൈവസിയുടെ ഏറ്റവും കോർ ആയിട്ടുള്ള എലമെന്റ് ആണ് സോളിറ്റ്യൂഡ്. ആൾക്കാരിൽ നിന്ന് വിട്ട് ഒറ്റയ്ക്ക് പോയി ഇരിക്കാൻ അവർക്ക് പറ്റണം. ഇതിന്റെ അർത്ഥം അയാൾ ഒരു ഇൻട്രോവേർട്ടോ അല്ലെങ്കിൽ സാമൂഹ്യ വിരുദ്ധനോ ആണെന്നല്ല. എവറി പേഴ്സൺ നീഡ് എസ് പേഴ്സണൽ സ്പേസ്, അല്ലെങ്കിൽ എവറി പേഴ്സൺ നീഡ് പേഴ്സണൽ ടൈം, അല്ലെ? യെസ്, ഏകാന്തത എന്നൊക്കെ ചില ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട്. സി എഗെയിൻ അവിടെ പറയുന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. ലോൺലിനെസ് ഉണ്ട്. ലോൺലിനെസ് ഉണ്ട്, സോളിറ്റ്യൂഡും ഉണ്ട്, അല്ലെ? ലോൺലിനെസ് മീൻസ് ഒറ്റപ്പെടൽ എന്ന് പറയുന്ന അവസ്ഥയാണ്. പക്ഷെ സോളിറ്റ്യൂഡ് അതല്ല. നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ പോലും വി ആർ ഇൻ എ ഗുഡ് കമ്പനി വിത്ത് അവർ സെൽഫ്. അങ്ങനെ ഒരു കോൺസെപ്റ്റ് ആണ്. ഒരു ലോൺലിനെസ് അല്ല ഇവിടെ പറഞ്ഞത്. ദിസ് ഈസ് ഓൾ അബൌട്ട് സോളിറ്റ്യൂഡ്. ഏകാന്തത എന്ന് പറയുമ്പോഴത്തേക്ക് എന്തോ അവിടെ ലാക്കിംഗ് ആണ്, എന്തോ അവിടെ ഇല്ല, അതാണ് അതിന്റെ കോൺസെപ്റ്റ്. സോളിറ്റ്യൂഡ് അങ്ങനല്ല. ഇറ്റ്സ് എവറിത്തിങ് ഇസ് ദെയർ. അതാണ് അതിന്റെ കോണ്ടെക്സ്റ്റ്. മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സോളിറ്റ്യൂഡ് എന്ന ഫീൽ ഇത് പോസിറ്റീവ് സെൻസ് ആണ്. ഒരാള് സൊസൈറ്റിയിൽ നിന്ന് കംപ്ലീറ്റ്ലി വിട്ടുമാറി നിൽക്കുക എന്നൊരു അർത്ഥമല്ല ഇവിടെ വരുന്നത്. എത്ര സോഷ്യൽ സ്പേസ്, ഞാൻ സോഷ്യൽ ലൈഫ് നന്നായിട്ടുള്ള വ്യക്തിയാണ്. പക്ഷെ എൻഡ് ഓഫ് ദി ഡേ എനിക്ക് കുറച്ച് സമയം ഒറ്റയ്ക്ക് ഇരിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് എന്റെ ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. റൈറ്റ് ടു ബി ലെഫ്റ്റ് അലോൺ ആണ്. ഇത് ഏറ്റവും പ്രശ്നമുള്ള ഡിജിറ്റൽ സ്പേസിലാണ്. ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആണെങ്കിലും സൈബർ സ്റ്റോക്കിംഗ് ഉണ്ടല്ലേ? നിങ്ങൾ സൈബർ വേയിൽ പഠിക്കുന്ന സൈബർ സ്റ്റോക്കിംഗ്, അതൊക്കെ റൈറ്റ് ടു ബി ലെഫ്റ്റ് അലോണിന്റെ വയലേഷനാണ്. അപ്പൊ ഇതും ഒരു ബ്രോഡർ സെൻസിൽ പ്രൈവസിയുടെ ഭാഗമാണ്. സോ ആർട്ടിക്കിൾ 21 അണ്ടറിൽ ഇപ്പം പ്രൈവസി വരുന്നുണ്ട്. അതിന്റെ ബ്രോഡർ ഡെഫിനിഷനകത്ത് റൈറ്റ് ടു ബി ലെഫ്റ്റ് അലോണും റൈറ്റ് ടു ബി ഫോർഗട്ടണും ഒക്കെ വരുന്നുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കാം. ഓക്കെ, ഇതൊക്കെ നമുക്കൊരു ബ്രോഡർ ഡെഫിനിഷൻ ഓഫ് പ്രൈവസി, സ്വകാര്യതയിൽ നമുക്ക് ഇത് ഉൾപ്പെടുത്താൻ സാധിക്കും. എഗെയിൻ ഒരു കുറച്ച് ഡിസ്ക്രിപ്റ്റീവ് ചോദ്യങ്ങൾ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ തൽക്കാലം ഇത് ബോധർ ചെയ്യേണ്ട. അതായത് നോട്ട് നിങ്ങളുടെ കയ്യിൽ ഇരിക്കുമ്പം ഇത് കൂടുതൽ കണ്ണ് ഓടിച്ചോളൂ. ഓക്കെ, PSC ഇന്ന് അല്ലെങ്കിൽ നാളെ ഡിസ്ക്രിപ്റ്റീവ് ആകും. അത് കുഴപ്പമൊന്നുമില്ല, നമുക്ക് അതൊക്കെ സെറ്റ് ആക്കാവുന്നേ ഉള്ളൂ. ഡിസ്ക്രിപ്റ്റീവ് എക്സാം ആണ് ആക്ച്വലി ഒബ്ജക്റ്റീവിനേക്കാൾ ഈസി. ഓക്കെ, അപ്പൊ ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ കയ്യിൽ ഇരിക്കട്ടെ, ഭാവിയിൽ ആവശ്യം വരും. ഓക്കെ, KS ഒക്കെ വിളിക്കുന്നുണ്ടല്ലോ. അപ്പം ഈ ചോദ്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഫണ്ടമെന്റൽ റൈറ്റ് സെറ്റ് അല്ലേ? നമുക്ക് ലെജിസ്ലേറ്റീവ് റിലേഷൻസിലേക്ക് പോയാലോ? ലെജിസ്ലേറ്റീവ് റിലേഷൻസ്, ആ ഒരു സെക്ഷൻ ഡിസ്കസ് ചെയ്യാം. ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഏതെങ്കിലും സെക്ഷൻ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ? അതായത് കുറച്ച് ടെക്നിക്കലായിട്ട് വന്ന് 31A, B, C മാത്രമേ ഉള്ളൂ, ബാക്കി കുഴപ്പമില്ല. ഓക്കെ ആണ്, ഓൾ റൈറ്റ്. അപ്പം എനിക്ക് ഇവിടെ നിങ്ങൾക്ക് അടുത്ത് ഒരു പ്രത്യേക പോയിന്റ് പറയാനുണ്ട്. 2023 സുപ്രീം കോടതി ജഡ്ജ്മെന്റ് ഉണ്ട്. 2023 സുപ്രീം കോടതി ജഡ്ജ്മെന്റ് ഉണ്ട്. നമുക്കൊന്ന് റിവിഷൻ നടത്തിയാലോ? ആർട്ടിക്കിൾ 19. എന്താ ആർട്ടിക്കിൾ 19 എന്ന് പറയുന്നത്? റൈറ്റ് ടു ഫ്രീഡം ആണ്, അല്ലെ? സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, പ്രൊഫഷൻ, റെസിഡൻസ്, മൂവ്മെന്റ്, അതൊക്കെയാണ് ആർട്ടിക്കിൾ 19 വരുന്നത്. ഈ ആർട്ടിക്കിൾ 19 ഇത് നമുക്കറിയാം, എല്ലാ ഫണ്ടമെന്റൽ റൈറ്റും നമുക്ക് സ്റ്റേറ്റിനെതിരായിട്ട് അവൈലബിൾ ആണ്, അല്ലെ? ഓൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ അവൈലബിൾ അഗൈൻസ്റ്റ് സ്റ്റേറ്റ്. പക്ഷെ ചില ഫണ്ടമെന്റൽ റൈറ്റ് മാത്രമാണ് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ്, സ്വകാര്യ വ്യക്തികൾക്കെതിരായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക. ഫോർ എക്സാമ്പിൾ ആർട്ടിക്കിൾ 21. ഇപ്പൊ സ്റ്റേറ്റ് നിങ്ങളെ തല്ലിക്കൊല്ലാൻ വന്നാലും, ഞാൻ നിങ്ങളെ തല്ലിക്കൊല്ലാൻ വന്നാലും നിങ്ങൾക്ക് ആർട്ടിക്കിൾ 21 ഉപയോഗിക്കാം, അല്ലെ? പക്ഷെ ആർട്ടിക്കിൾ 14 റൈറ്റ് ഇക്വാളിറ്റി, ഇത് സ്റ്റേറ്റിനെതിരായിട്ട് മാത്രമേ അവൈലബിൾ ആവത്തുള്ളൂ. ഇപ്പൊ വീട്ടില് ചിലപ്പോൾ നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും നിങ്ങളുടെ അടുത്തായിരിക്കും സ്നേഹം കൂടുതൽ, നിങ്ങളുടെ സിബ്ലിങ്ങിനെ കാട്ടി, അല്ലെങ്കിൽ വൈസ് വേഴ്സ ആയിരിക്കും. അപ്പൊ റൈറ്റ് ഇക്വാളിറ്റി വയലേറ്റ് ആയെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വീട്ടുകാർക്കെതിരെ കേസ് കൊടുക്കാൻ പറ്റും? ഇല്ല, ഇത് സ്റ്റേറ്റിനെതിരെ മാത്രമേ പറ്റത്തുള്ളൂ.
പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിനെതിരെ അവൈലബിൾ അല്ല. ആർട്ടിക്കിൾ 19 ഇതിന്റെ അവസ്ഥ എന്താ? ഇത് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിനെതിരായിട്ട് ഇത് അവൈലബിൾ ആണോ? സ്റ്റേറ്റിനെതിരായിട്ട് അവൈലബിൾ ആണ്? വാട്ട് അബൌട്ട് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ്? അവൈലബിൾ ആണോ? നോ 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 എന്ന് എല്ലാവരും പറയുന്നു. നമ്മൾ നോട്ടിൽ തന്നതാണ്, ക്ലാസ്സിൽ പഠിപ്പിച്ചതാണ്. ആലോചിച്ച് നോക്കിയേ, ഇതിനകത്ത് പറയുന്നത് ഫ്രീഡം ഓഫ് മൂവ്മെന്റ്. അപ്പുറത്തെ വീട്ടിലെ തങ്കപ്പൻ ചേട്ടന്റെ പറമ്പിൽ കൂടെ നിങ്ങൾക്ക് മൂവ് ചെയ്യാൻ അവകാശമുണ്ടോ? ഫ്രീഡം ഓഫ് റെസിഡൻസ് ഉണ്ട് അല്ലെ? ഇഷ്ടമുള്ളത് താമസിക്കാൻ അവകാശം. അപ്പൊ അപ്പുറത്തെ വീട്ടിലെ ദിവാകരൻ ചേട്ടന്റെ വീട്ടിൽ കയറി താമസിക്കാൻ പറ്റുമോ? പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ഇതിനകത്ത് ആർട്ടിക്കൽ 19 അവൈലബിൾ ആണോ? നോ. ആർട്ടിക്കൽ 19 എന്നുള്ള പറഞ്ഞൊരു കാര്യമുണ്ട്, ഇറ്റ് ഇസ് നോട്ട് അവൈലബിൾ അഗൈൻസ്റ്റ് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് അല്ലെ? എക്സാക്ട്ലി. അപ്പം ഇപ്പൊ സുപ്രീം കോർട്ട് ഇതിനകത്തൊരു റൂളിംഗ് കൊണ്ടുവന്നിട്ടുണ്ട്. ആർട്ടിക്കിൾ 19(1)(a). എന്തായിരുന്നു ആർട്ടിക്കിൾ 19(1)(a)? എന്തായിരുന്നു ആർട്ടിക്കിൾ 19(1)(a)? ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. എക്സാക്ട്ലി. ഇപ്പം ഈ ഒരു ആർട്ടിക്കിൾ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിനെതിരായിട്ട് അവൈലബിൾ ആണ്. ആർട്ടിക്കിൾ 19 ബാക്കിയൊന്നുമില്ല. 19(1)(a), അതായത് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, ഇതിപ്പം പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിനെതിരായിട്ടും അവൈലബിൾ ആണ്. അതായത് ഇപ്പൊ എനിക്ക് നിങ്ങളുടെ അടുത്ത് മിനിറ്റ് പോരുന്ന് പറയാൻ ഒക്കത്തില്ല. ഓക്കെ, ബിക്കോസ് ഇപ്പൊ ഇത് എനിക്കെതിരായിട്ട് അവൈലബിൾ ആണ്. പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിനെതിരായിട്ട് ഇത് അവൈലബിൾ ആണ് എന്നുള്ളത് അറിഞ്ഞിരിക്കാം. നിങ്ങളിപ്പോ എവിടെയാണെങ്കിലും നിങ്ങളുടെ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ഇറ്റ് ഈസ് ഗ്യാരണ്ടീഡ്, ഇറ്റ് ഈസ് പ്രൊട്ടക്റ്റഡ്. ഓക്കെ, അത് വലിയൊരു ഒരു പ്രോഗ്രസീവ് റൈറ്റ് ആണ് ഇപ്പൊ നമ്മളെ സംബന്ധിച്ച്. ഓക്കെ, ഇതിപ്പം പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിനെതിരായിട്ടും അവൈലബിൾ ആണ് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കാം. പിന്നീട് ഇതിനകത്ത് വന്ന മറ്റൊരു കറണ്ട് അഫെയർ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 21 പെർസ്പെക്റ്റീവിലാണ്. ആർട്ടിക്കിൾ 21 ഈ സ്പെഷ്യൽ മാരേജസ് ആക്ട് ഉണ്ട്. എന്താ സ്പെഷ്യൽ മാരേജസ് ആക്ട്? ഇതിനുണ്ടല്ലോ മതത്തിന്റെ ചട്ടക്കൂടിന്റെ പുറത്ത് നിന്ന് കല്യാണം കഴിക്കണം. ഹിന്ദുവിനും മുസ്ലിമിനും കല്യാണം കഴിക്കണം, അല്ലെങ്കിൽ ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും, ഒരു സിഖുകാരന് പാസിങ് കെട്ടണം അല്ലെ? ഇന്റർ കാസ്റ്റ്, ഇന്റർ റിലീജിയസ് മാരേജസ്, അതൊക്കെ നമ്മൾ സ്പെഷ്യൽ മാരേജ് ആക്ട് ഉണ്ടല്ലോ പറയുന്നത്. ഇപ്പൊ ഒരു റിലീജിയനിലെ വ്യക്തിക്കാണെങ്കിൽ ഇപ്പോൾ യൂസ് ചെയ്യാം. പക്ഷേ സ്പെഷ്യൽ മാരേജ് ആക്ടിന് ഒരു പ്രശ്നമുണ്ട്. ഈ ക്ലാസ്സിൽ ഈ റെവല്യൂഷണറി കല്യാണം കഴിക്കാൻ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും അധികം യൂസ്ഫുൾ ആവുന്ന ഒരു ഇൻഫർമേഷൻ ആണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഇന്റർ കാസ്റ്റ്, ഇന്റർ റിലീജിയസ് കല്യാണം ഒക്കെ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ശ്രദ്ധിച്ചിരിക്കുക. ഈ ആക്ടിന് ഒരു പ്രശ്നമുണ്ട്. കെട്ടുന്നതിന് മുമ്പ് 30 ദിവസത്തെ നോട്ടീസ് കൊടുക്കണം. അതായത് രണ്ട് കപ്പിൾസ് ചെയ്തിട്ട് അവർക്ക് കല്യാണം കഴിക്കുന്ന പറയാണ്. അപ്പം 30 ദിവസത്തെ നോട്ടീസ് കൊടുക്കണം. ആ മാരേജ് ഓഫീസിനെ പുറത്ത് എന്ത് ചെയ്യും, ഇവരെ കെട്ടാൻ പോവുകയാണ്, ആർക്കെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ പറയണം എന്നുള്ള നോട്ടീസ് ഒതുക്കും. സാധാരണഗതിയിൽ ഇത് വീട്ടുകാർ കണ്ടുപിടിക്കും, വീട്ടുകാർ വന്ന് പ്രശ്നം ഉണ്ടാകും, സംഭവം കുളമാവും. ഇതാണ് അവസ്ഥ. ഇപ്പം 30 days നോട്ടീസ് ഒഴിവാക്കി. എക്സാക്ട്ലി. കാര്യം മാരേജ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പാർട്ട് ഓഫ് അവർ ഫണ്ടമെന്റൽ റൈറ്റ്, ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് അവർ പ്രൈവസി. ആർട്ടിക്കിൾ 21 അണ്ടറിൽ പുട്ടുസ്വാമി ജഡ്ജിമെന്റിൽ പ്രൈവസി, സ്വകാര്യത എന്ന ഫണ്ടമെന്റൽ റൈറ്റ് ആണല്ലോ. അപ്പൊ ഞാൻ ആരെയെ കെട്ടാൻ പോകുന്നതെന്ന് നാട്ടുകാരുടെ അടുത്ത് പറയേണ്ട കാര്യമില്ല. ദാറ്റ്സ് എ കോണ്ടെക്സ്റ്റ് ഹിയർ. സോ സുപ്രീം കോർട്ട് ഇപ്പൊ ഈ ഒരു സിസ്റ്റം എടുത്ത് മാറ്റി. സോ ഇനി നിങ്ങൾക്ക് ധൈര്യമായിട്ട് ആരെവിടെങ്കിലും പോയി കെട്ടിക്കോ, നോട്ടീസ് കൊടുക്കേണ്ട കാര്യമില്ല, ആരും പാര വെക്കത്തുമില്ല. ഓക്കെ, അപ്പൊ അതാണ് ഇതിന്റെ ഒരു സിസ്റ്റം. ദാറ്റ്സ് അബൌട്ട് ഫണ്ടമെന്റൽ റൈറ്റ്സ്. നമുക്കിനി ലെജിസ്ലേറ്റീവ് റിലേഷൻസിലേക്ക് പോവാം. ഓക്കെ, ലെജിസ്ലേറ്റീവ് റിലേഷൻസ്, അതായത് നമ്മുടെ ലക്ഷ്മി അതിൽ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ എന്നൊരു സെക്ഷൻ ഉണ്ട്. സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ, കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള റിലേഷൻ. ഇതിന് പ്രധാനമായിട്ട് 3 ഡയമെൻഷൻസ് ആണ്: അഡ്മിനിസ്ട്രേറ്റീവ്, ഫിനാൻഷ്യൽ ആൻഡ് ലെജിസ്ലേറ്റീവ്. നമ്മുടെ സിലബസിൽ ഇത് രണ്ടും പറയുന്നില്ല, ലെജിസ്ലേറ്റീവ് മാത്രമേ പറയുന്നുള്ളൂ. ഇതിൽ നിന്നാണ് ചോദ്യങ്ങൾ എല്ലാം വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു സെക്ഷൻ വിശാലമായിട്ടൊന്ന് പഠിക്കാം. ലെജിസ്ലേറ്റീവ് റിലേഷൻ മീൻസ് നിയമം നിർമ്മിക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ ലോ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ സെന്ററിനും സ്റ്റേറ്റിനും എന്തൊക്കെ അവകാശാധികാരങ്ങളാണ് ഉള്ളതെന്ന് പറയുന്നതാണ് അത്. എൻറ്റയർ ആർട്ടിക്കിൾസ് 245 മുതൽ 255 വരെയാണ് വരുന്നത്. ഇതെല്ലാം നമുക്ക് പഠിക്കണ്ട, കുറച്ച് മാത്രം പഠിച്ചാൽ മതി. എന്തൊക്കെയാ ഞാൻ എല്ലാ ആർട്ടിക്കിൾസും കൂടെ കൊടുത്തിട്ടുണ്ട് ഫോർ റെഫറൻസ് പർപ്പസ്. എല്ലാ ആർട്ടിക്കിൾസും കൂടെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ കുറച്ച് കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. എന്തൊക്കെയാ പഠിക്കേണ്ടതെന്നുള്ളത് ഞാൻ അടുത്തൊരു സ്ലൈഡിൽ കാണിക്കാം. ഓക്കെ, ഒന്നാമത്തെ പോയിന്റ്, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഈ രീതിയിൽ ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ് ആൻഡ് ഫിനാൻഷ്യൽ എന്നുള്ള രീതിയിൽ അധികാരങ്ങളെ വിഭജിച്ചിട്ടുണ്ട് സെൻട്രൽ സ്റ്റേറ്റിനിടയ്ക്ക്. പക്ഷെ ഇവിടെ ജുഡീഷ്യറിയെ പറ്റി പറയുന്നില്ല. അതെന്താ? ജുഡീഷ്യറിയെ പറ്റി ഇവിടെ മിണ്ടുന്നില്ല. വൈ? ബിക്കോസ്
ഇന്ത്യയിൽ ഇന്റഗ്രേറ്റഡ് ജുഡീഷ്യറി ആണ്. ഒറ്റ കോടതിയേ ഉള്ളൂ, സുപ്രീം കോർട്ട്, അതിന് താഴെ ഹൈക്കോർട്ട്, അതിന് താഴെ സബോർഡിനേറ്റ് കോർട്ട്. അല്ലാതെ കേന്ദ്രത്തിനൊരു കോടതി, സ്റ്റേറ്റിന് അങ്ങനില്ല. ഇന്ത്യ ഫോളോസ് എ സിസ്റ്റം ഓഫ് ഇന്റഗ്രേറ്റഡ് ജുഡീഷ്യറി. ഇവരെല്ലാവരും ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരേ നിയമം തന്നെ, അല്ലെ? IPC CRPC എന്നാണ് ഇവർ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ജുഡീഷ്യറിയുടെ കാര്യത്തിൽ ഈ ഒരു ഡിഫറൻസ് നമ്മൾ പറയുന്നില്ല. പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷന്റെ കാര്യത്തിൽ ഇതുണ്ട്, ബാക്കിയുള്ള ലെജിസ്ലേറ്റീവ് ഫംഗ്ഷൻസിന്റെ കാര്യത്തിൽ ഇതുണ്ട്. ഇതൊക്കെ നമ്മൾ പറയുന്ന 3 ലിസ്റ്റിനകത്താ, യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇതിനകത്ത് ജസ്റ്റ് ഓരോ ലിസ്റ്റിൽ എന്തൊക്കെ വരുമെന്ന് അറിഞ്ഞിരിക്കണം. ഇപ്പൊ ഡിഫൻസ് അല്ലെങ്കിൽ രാഷ്ട്രത്തിനെ മൊത്തം ബാധിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ യൂണിയൻ ലിസ്റ്റിൽ വരും. സ്റ്റേറ്റ് ലിസ്റ്റിനകത്ത് ഈ ലിസ്റ്റുകൾ എന്താണെന്ന് ഫസ്റ്റ് അറിഞ്ഞിരിക്കുക. യൂണിയൻ ലിസ്റ്റ് മീൻസ് ഇതില് നിയമം നിർമ്മിക്കാനുള്ള അവകാശം ആർക്കാണ്? സെൻട്രൽ ഗവൺമെന്റിനാണ്. ഇത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള അവകാശം സെൻട്രൽ ഗവൺമെന്റിനാണ്. കൺകറന്റ് ലിസ്റ്റ് മീൻസ് ഇതിൽ നിയമം നിർമ്മിക്കാനുള്ള അവകാശം സെന്ററിനും ഉണ്ട്, സ്റ്റേറ്റിനും ഉണ്ട്. സ്റ്റേറ്റ് ലിസ്റ്റ് മീൻസ് ഇതിനകത്ത് നിയമം നിർമ്മിക്കാനുള്ള അവകാശം സ്റ്റേറ്റിന് മാത്രമേ ഉള്ളൂ, സെന്ററിന് ഇല്ല. നമുക്ക് ഇതിനെ ഒന്ന് വിശാലമായിട്ട് നോക്കാം. ഈ ഒരു ടേബിൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനകത്ത് ഒരുവിധം എല്ലാം വന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, യൂണിയൻ ലിസ്റ്റിനകത്താണ് ഡിഫൻസ്, അറ്റോമിക് എനർജി, വാർ ആൻഡ് പീസ്, യുദ്ധവും സമാധാനവും, ബാങ്കിങ്, റെയിൽവേ, പോസ്റ്റ്, പോർട്ട്, ഇതൊക്കെ വരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, കേരളത്തിന് റെയിൽവേ മിനിസ്റ്റർ ഉണ്ടോ? അല്ലെങ്കിൽ കേരളത്തിന് ഡിഫൻസ് മിനിസ്റ്റർ ഉണ്ടോ? ഇതൊക്കെ യൂണിയൻ ലിസ്റ്റിലുള്ള സംഭവങ്ങൾ. ഇതിന് സ്റ്റേറ്റിലെ മിനിസ്റ്റേഴ്സ് വരത്തില്ല. അല്ലെ കേരളത്തിന് വിദേശകാര്യമന്ത്രി ഉണ്ടോ? അപ്പം കേരളത്തിന് ഇല്ലാത്ത മിനിസ്ട്രീസ് വിച്ച് മീൻസ് അതെല്ലാം സെന്ററിലുള്ള സംഭവമാണ്, കേന്ദ്രത്തിലുള്ള സംഭവമാണ്. ഡിഫൻസ് മിനിസ്റ്റർ കേരളത്തിനില്ല, ബിക്കോസ് ഇതൊക്കെ കേന്ദ്ര ഗവൺമെന്റ് ഉള്ളതാണ്. ഓക്കെ, അപ്പൊ സ്റ്റേറ്റിൽ എന്തുണ്ട്? സ്റ്റേറ്റ് ലിസ്റ്റിനകത്താണ് അഗ്രികൾച്ചർ, പോലീസ്, പ്രിസൺ, ഈ ലോക്കൽ ഗവൺമെന്റ്, ഇതായത് ഏറ്റവും താഴേക്കിടെ കിടക്കുന്ന കാര്യങ്ങൾ, ജനങ്ങളുമായിട്ട് ഏറ്റവും ബന്ധമുള്ള കാര്യങ്ങളൊക്കെ സ്റ്റേറ്റ് ലിസ്റ്റിനകത്താണ്. ലാൻഡ്, എഡ്യൂക്കേഷൻ, പബ്ലിക് ഹെൽത്ത്, ലിക്കർ. എഡ്യൂക്കേഷൻ കൺകറന്റ് ലിസ്റ്റ് ആണ്. ഹെൽത്ത്, ലിക്കർ, ട്രേഡ്, കോമേഴ്സ്, ഇതെല്ലാം ഇതിനകത്താണ്, സ്റ്റേറ്റ് ലിസ്റ്റിനകത്താണ്. കൺകറന്റ് ലിസ്റ്റിനകത്താണ് എഡ്യൂക്കേഷൻ വരുന്നത്. ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി, ഫോറസ്റ്റ്, ട്രേഡ് യൂണിയൻസ്, അഡൾട്രേഷൻ, അഡോപ്ഷൻ, സക്സഷൻ, ഇതൊക്കെ വരുന്നത് കൺകറന്റ് ലിസ്റ്റിനകത്താണ്. ഈ അഡൾട്രേഷൻ മീൻസ് ഈ മായം ചേർക്കുന്ന പരിപാടിയില്ലേ, മായം ചേർക്കുന്ന പരിപാടി. പാലിനകത്ത് മായം ചേർക്കും, മഞ്ഞളിനകത്ത് മഞ്ഞപ്പൊടി ചേർക്കും. അപ്പൊ അതൊക്കെ കൺകറന്റ് ലിസ്റ്റിനകത്തുള്ളതാണ്. ദത്തെടുക്കൽ അല്ലെങ്കിൽ സക്സഷൻ, പിന്തുടർച്ചാവകാശം, അതും കൺകറന്റ് ലിസ്റ്റിനകത്തുള്ളതാണ്. ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, ഹെൽത്ത് സ്റ്റേറ്റ് ലിസ്റ്റും എഡ്യൂക്കേഷൻ കൺകറന്റ് ലിസ്റ്റുമാണ്. ഓക്കെ, ഹെൽത്ത് കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ വലിയ അടി നടക്കുക. അത് മിക്കവാറും ഒരു വിത്തിൻ 2 years മാറ്റും. പക്ഷെ ഫോർ ദ ടൈം ബീയിങ് ഹെൽത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേറ്റ് ലിസ്റ്റിലെ സബ്ജക്ട് ആണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇവിടെ മറ്റൊരു കാര്യം തിരിഞ്ഞു പോകരുത്. ട്രേഡ് യൂണിയൻ എന്ന് പറയുന്ന സാധനം കൺകറന്റ് ലിസ്റ്റാണ്, പക്ഷെ ട്രേഡ് ആൻഡ് കൊമേഴ്സ് അത് സ്റ്റേറ്റ് ലിസ്റ്റാണ്. ക്ലിയർ ആണല്ലോ? ട്രേഡ് യൂണിയൻ കൺകറന്റ് ലിസ്റ്റ് ആണ്, ട്രേഡ് ആൻഡ് കൊമേഴ്സ് സ്റ്റേറ്റ് ലിസ്റ്റ് ആണ്. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. അപ്പം ലിക്കർ, മദ്യം സ്റ്റേറ്റ് ലിസ്റ്റ് ആണ്, നമുക്കറിയാം. ലോട്ടറി ഏത് ലിസ്റ്റാ? ലോട്ടറി, ലോട്ടോ, SKP, അതിലേക്കാണ് നമ്മൾ വരുന്നത്. ഓക്കെ, യെസ്, ലോട്ടറി യൂണിയൻ ലിസ്റ്റ് ആണ്. അതാണ് അതിന്റെ ഒരു ചതി അവിടെ ആയിരിക്കുന്നത്. ലോട്ടറി നിയമം നമ്മുടെ മനസ്സിൽ കേരള സംസ്ഥാന ഭാഗ്യക്കുറിയ. അപ്പൊ അത് പണി കിട്ടാനാണ്. നിങ്ങൾ ഇപ്പം തന്നെ പഠിച്ചു വെക്കുക, നോട്ട് എഴുതി വെക്കുക. ലോട്ടറി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് യൂണിയൻ ലിസ്റ്റ് ആണ്, യൂണിയൻ ലിസ്റ്റ് ആണ് ലോട്ടറി. ഓക്കെ, അപ്പം ഗാംബ്ലിങ്ങോ, ചൂതാട്ടം, അത് ഏത് ലിസ്റ്റാ? സ്റ്റേറ്റ് ലിസ്റ്റ് ആണോ യൂണിയൻ ലിസ്റ്റ് ആണോ? ചൂതാട്ടം, യെസ്, ചൂതാട്ടം വന്നിട്ട് സ്റ്റേറ്റ് ലിസ്റ്റ് ആണ്. എക്സാക്ട്ലി. ലോട്ടറി യൂണിയൻ ലിസ്റ്റും ഗാംബ്ലിംഗ് അത് സ്റ്റേറ്റ് ലിസ്റ്റും ആണെന്നുള്ളത് അറിഞ്ഞിരിക്കാം. ഫൈൻ.